ഇന്ന് എൻ്റെ ഉപ്പാന്റെ ഫാമിലിയിൽ നോമ്പ് തുറയായിരുന്നു. ഞാനിവിടെ എത്തിയപ്പോഴത്തേക്കും ലേറ്റ് ആയി. പണികളൊക്കെ ഓൾമോസ്റ്റ് ഒതുങ്ങിയിട്ടുണ്ടായിട്ടാ. പിന്നെ ഞാൻ എന്ത് ചെയ്ത് അവരെ കൂടെ മെയിൻ ആളായിട്ട് നിൽക്കൽ എനിക്ക് എപ്പോഴും ഉള്ളതാണ്. എനിക്ക് ഇഷ്ടമാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ. ഇന്ന് ഇപ്പോൾ ഇവിടെ നോമ്പ് തുറാന്ന് പറഞ്ഞത് എൻ്റെ ഉപ്പാടെ മൂത്ത പെങ്ങളുടെ ആണ്ടുകൂടിയാണ് കേട്ടോ. ഇന്ന് 27-ാം രാവും കൂടിയാണ്. ഇങ്ങനെ എല്ലാവരും കൂടണ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ഉമ്മേരിക്കും മെയിൻ പണ്ടാരിട്ടാ. ഉമ്മാന്റെ നേതൃത്വത്തിലായിരിക്കും അതൊക്കെ പോകണം. പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് കുറേ മിസ് ചെയ്യണ്ടായി ഉമ്മാനെയും ഉമ്മീനെയും. ഉമ്മയും ഉമ്മയൊക്കെയാണ് നമ്മളെ ഫാമിലിയിലെ മെയിൻ ആൾക്കാർ. ഉപ്പാന്റെ പെങ്ങൾ ഉമ്മീന്നാ വിളിക്കുന്നത്. പക്ഷെ ഉമ്മീൻ്റെ 2 മക്കളും ഉമ്മീനെ ഇത്താന്ന് വിളിക്കും. ബാക്കി ഞങ്ങൾ എല്ലാവരും ഉമ്മീന്നാ വിളിക്കുന്നത്. അങ്ങനെ സമയമായപ്പോൾ പുറത്താണ് നമ്മൾ ടേബിളൊക്കെ സെറ്റ് ചെയ്തത്. എല്ലാവർക്കും അകത്തിരിക്കാനുള്ള സൗകര്യം ഇച്ചിരി കുറവാണ്. ഇങ്ങനെ ആകുമ്പോൾ ആണുങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കുക, കുട്ടികൾക്കൊക്കെ ഇരിക്കാമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാം എടുത്തു വെച്ച് മുമ്പന്തിയിൽ ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ നോക്കിക്ക്. അതിൽ കാക്കമാർക്ക് അത്രയും നോമ്പുണ്ടായുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും പെൺകുട്ടികളൊക്കെ അകത്തിരുന്ന്. പിന്നെ ഇത് എൻ്റെ ഉമ്മിൻ്റെ മൂത്ത മോനാണ്. ഞങ്ങളെ വീട്ടിലെ മൂത്ത കാർന്നോനിക്കാക്ക. എൻ്റെ ആങ്ങളെ വന്നപ്പോഴത്തേക്കും ലേറ്റായി. നിക്കാക്കയും എൻ്റെ അടുത്ത് ഇരുന്ന് നോമ്പൊക്കെ തുറന്ന് ഞങ്ങൾ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. കുറേ നാളത്തെയാണ് ഉപ്പാൻ്റെ വീട്ടിലെല്ലാവരും കൂടി ഇങ്ങനെ കൂടണതൊക്കെ. അപ്പം നെക്സ്റ്റ് എൻ്റെ വീട്ടിൽ വരാൻ വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കഥയാണ്. എപ്പോഴും ഈ പ്ലാനിങ് നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഫുഡ് ബിരിയാണി ആയിരുന്നു. എൻ്റെ അനിയത്തിയാണ് കേട്ടോ ഇന്ന് അവിടെ എല്ലാവർക്കും ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയത്. അവളെ നമ്മൾ ഇന്നു എന്നാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ ഇന്നോട്ട് പറയണേ, ഇന്നു നീ ഇത്ര വലിയ ആളായി പോയത് ഞാൻ അറിഞ്ഞില്ല എന്ന്. പാവം കേട്ടോ. കുറേ കടികളൊക്കെ ഉണ്ടായി. സമൂസ, കട്ട്ലേറ്റ്, ഉന്നക്ക ഇതൊക്കെ വീട്ടിലുണ്ടാക്കിയാണ്. വെള്ളയപ്പൊക്ക. ഇതെൻ്റെ അനിയത്തിൻ്റെ മോനാണ് കേട്ടോ. പിന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടി ഇരുന്ന് ഞാൻ സത്യം പറഞ്ഞ ബിരിയാണി ഇന്ന് കഴിച്ചില്ല. വേറൊന്നും അല്ലാട്ടെ 2-3 ദിവസമായിട്ട് ഞാൻ ഈ ബിരിയാണി മന്തി ഇതൊക്കെ തന്നെ ഞാൻ കഴിച്ചോണ്ടിരിക്കണം. അപ്പൊ എൻ്റെ അമ്മായിമാരെ ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കൈ വരെ കടിച്ചു പോവും, അത്രയും രുചിയാണ്. അപ്പൊ ഇന്ന് അവിടെ മൊളിയാറും ചോറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ അല്ലറ അഭിയാൻ്റെ എനിക്ക് അത് മതിയെന്ന്. ഉപ്പാന്റെ ഇളയ പെങ്ങളാണ് കേട്ടോ. ഞങ്ങളെ ഫാമിലിയിലെ സന്തൂർ മമ്മിയാണ്, ഉമ്മയാണ്, അമ്മായിമ്മയാണ്, വെല്ലുമ്മയാണ്, എല്ലാം ഉള്ള ആളാണ്. ഇന്നുവിന്റെ ബിരിയാണിന്റെ ദമ്മ് പൊട്ടിക്കണ സ്മെല്ലും റാബിയാൻ്റെ ചോറും കൂടി ആയപ്പില്ലേ അൽഹംദുലില്ലാ ഹയറെന്ന് പറഞ്ഞ പോലെ ഇരുന്നു. എനിക്ക് ഇഷ്ടംപോലെ ഇക്കാക്കമാരും ആങ്ങളമാരൊക്കെ ഉണ്ട് കേട്ടോ ഉപ്പാന്റെ ഫാമിലിയിൽ. പിന്നെ ഇതെല്ലാം എൻ്റെ കൊച്ചാൻ്റെ മക്കളാണ്. അവിടേക്ക് കുറേ പേരിരിക്കുന്നുണ്ട്. എല്ലാവരെ പറ്റിയും പറയാനായിട്ട് കുറേ വിശേഷങ്ങളുണ്ട്. ഇൻഷാ അല്ലാ ഇനി ഉപ്പാൻ്റെ ഫാമിലിയിൽ എല്ലാവരും കൂടുമ്പോൾ ഒരു വ്ളോഗായിട്ട് ചെയ്യാം. എൻ്റെ കൊച്ചാനെയൊക്കെ പറ്റി എന്തോരം കാര്യങ്ങൾ പറയാണ്ടറിയോ. റോഡിലൊക്കെ നമ്മൾ കൊച്ചാനെ കാത്തിരിക്കും, വഴിയിൽ നിന്ന് എവിടെയെങ്കിലും ഒന്ന് കണ്ടെങ്കിൽ റബ്ബേന്ന് ഓർത്ത്. കൊച്ച് എവിടെ നിന്ന് കണ്ടാലും ഞങ്ങൾക്ക് 2 രൂപ വരും. അപ്പം ഞാൻ പണ്ട് 2 രൂപ കൊച്ചാൻ്റെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു. അതെൻ്റെ ചാച്ചിയാണ് കേട്ടോ, കൊച്ചാൻ്റെ വൈഫ്. അതാ പറഞ്ഞു ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് പറയാൻ വേണ്ടിയിട്ട്.